ഓം ശാന്തി. നമ്മുടെ ഇന്നത്തെ സത്സംഗം ദശരഥന് ഏറ്റ ശാപത്തെക്കുറിച്ചാവട്ടെ. സാധാരണ നമ്മൾ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം പലപ്പോഴും ശാപം, അനുഗ്രഹം ഈ വാക്കുകൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ദശരഥൻ്റെ ശാപം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രാമായണ കഥ. രാമൻ കാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനമുണ്ടായി. വരം ചോദിച്ചല്ലോ കൈകേയി. അപ്പം രാമൻ, ലക്ഷ്മണനും സീതയും കാട്ടിലേക്ക് പോയി. ഈ ദുഃഖവാർത്ത കേട്ടിട്ട് ദശരഥന് ആധിയായി. ആ ആധിയിൽ നിന്ന് വ്യാധി ഉണ്ടായി, അസുഖം ഉണ്ടായി. അതോടെ കിടപ്പിലായി അദ്ദേഹം. അങ്ങനെ അസുഖമായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തിന് സ്മൃതികൾ ഉണരുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ദുഃഖം എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് സ്മൃതികൾ ഉണരുകയാണ്, പഴയകാല സ്മൃതികൾ. അപ്പോൾ ഒരിക്കലും അദ്ദേഹം നായാട്ടിന് പോയപ്പോൾ പെട്ടെന്ന് അർദ്ധരാത്രിക്ക് ഇദ്ദേഹത്തിന് നായാട്ടിന് പോകണമെന്ന് തോന്നി. അപ്പോൾ ചാടി ഓടി കുതിരപ്പുറത്ത് കയറി നായാട്ടിന് പോയി. അങ്ങനെ വനത്തിൻ്റെ ഉള്ളിലെത്തിയപ്പം ഒരു നദിക്കരയിലെത്തി. അപ്പോൾ അവിടെ നിന്ന് വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടു. അർദ്ധരാത്രിയല്ലേ, അപ്പോൾ ഏതോ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ശബ്ദം കേട്ട സ്ഥലത്തേക്ക്, പണ്ട് പറയില്ലേ ശബ്ദവിജി പറഞ്ഞിട്ടൊരു അസ്ത്രമുണ്ട്, അത് അയച്ചു. അപ്പോൾ മൃഗത്തിന് അമ്പേൽക്കും. അങ്ങനെ അമ്പയച്ചു. പക്ഷെ അമ്പേറ്റ സ്ഥലത്തുനിന്ന് സൗണ്ട് വന്നത് ഒരു മനുഷ്യൻ്റെയാണ്. അപ്പോൾ രാജാവ് ഓടിപ്പോവും അങ്ങോട്ട്, ശബ്ദം കേട്ട ഭാഗത്തേക്ക്. പോകുമ്പോൾ ഒരു മുനി കുമാരൻ അമ്പേറ്റ് പടയാണ് നടക്കണമെന്നുണ്ട്. അപ്പോഴാണ് രാജാവിന് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാവുന്നത്. ആ കുട്ടിയുടെ കയ്യിലൊരു കുടമുണ്ട്, ആ കുടത്തിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്പേൽക്കണം. അപ്പോൾ ആ കുട്ടി തൻ്റെ കഥ പറയും. ആ പടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ ആ കുട്ടി മരിക്കുന്നതിന് മുമ്പ് തന്നെ ഷോർട്ടായിട്ട് പറയും, ഞാൻ 2 താപസ ദമ്പതികൾ ഇവിടെയുണ്ട് ഈ കാട്ടിൽ. അവർ രണ്ടുപേരും അന്ധരാണ്. അവരുടെ ഏകപുത്രനാണ് ഞാൻ. അപ്പം അച്ഛനമ്മമാർക്ക് രാത്രിയിൽ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല, വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുക. കുറച്ച് ദൂരത്താണ് അവർ. അപ്പോൾ ഞാൻ എന്തായാലും മരണത്തോട് മല്ലിടുകയാണ്. അപ്പോൾ രാജാവിനെ ഞാൻ കുറ്റം പറയണില്ല, കാരണം ഇതെൻ്റെ കർമ്മഫലമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്, മരിക്കുന്നതിന് മുമ്പ് അങ്ങ് ഈ സത്യവാർത്ത പോയിട്ട് ആ അന്ധരായ എൻ്റെ മാതാപിതാക്കൾക്ക് വെള്ളവും കൊണ്ടുപോയി കൊടുക്കണം. സംഭവിച്ച കാര്യങ്ങളെല്ലാം അതേപോലെ പറയണം. പക്ഷെ പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, എൻ്റെ അച്ഛൻ ഉഗ്രകോപിയാണ്. അത് കാരണം സൂക്ഷിച്ച് വേണം പറയാൻ അദ്ദേഹത്തിനോടെല്ലാം. അപ്പം അത് കേട്ടിട്ട് പറഞ്ഞതിന് ശേഷം രാജാവിൻ്റെ മടിയിൽ കിടന്ന് തന്നെ ആ കുമാരൻ, ശ്രവണകുമാരൻ മരിക്കുകയാണ്. അപ്പം രാജാവ് താപസ ദമ്പതികളുടെ അടുത്തെത്തി, അന്ധരായിട്ടുള്ള. അപ്പോൾ അവരുടെ കാലൊച്ച കേട്ടപ്പോൾ തന്നെ മനസ്സിലായത് മകൻ്റെ അല്ല, അപ്പം ആരാണെന്ന് ചോദിക്കും. അപ്പം രാജാവ് നടന്ന സംഭവങ്ങളെല്ലാം പറയും. എന്നിട്ട് അവരെ കൂട്ടിയിട്ട് ഈ കുട്ടി മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് വരും. അതിനുശേഷം കുട്ടിക്ക് വേണ്ടിയിട്ട് ജഡം സംസ്കാരത്തിനുള്ള എല്ലാ കാര്യങ്ങളും രാജാവ് തന്നെ സ്വയം ചെയ്യും. അവരുടെ സംസ്കാരം, ശവസംസ്കാരം എല്ലാം നടത്തി. അതിനുശേഷം ഈ വൃദ്ധ ദമ്പതികൾ ഇത്രയും താങ്ങാൻ പറ്റണില്ല അവർക്ക് ഈ പുത്രൻ്റെ വേർപാട്. അപ്പോൾ ആ ദുഃഖവേദന കൊണ്ട് തന്നെ ഇവർക്കും ആ മരണം, എന്താ പറയുക, മൃതപ്രായം എന്ന് പറയില്ല, ആ അവസ്ഥയാണ്. അപ്പോൾ ദേഷ്യവും വരും രാജാവിനോട്. തങ്ങളുടെ ഏകപുത്രനെ കാരണം അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നല്ലേ അമ്പേറ്റത്. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഈ താപസ ദമ്പതികളെ ശപിക്കും രാജാവിനെ. പുത്ര ദുഃഖത്താൽ ഇതുപോലെ അങ്ങും മരിക്കും പറഞ്ഞു. അവർ മരിച്ചു. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവം. പക്ഷേ അത് കേൾക്കുന്ന ഈ ശാപം കേട്ടതും ദശരഥന്റെ വലത് കണ്ണിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണീരാണ് വരുന്നത്, ഇടത് കണ്ണിൽ നിന്ന് ദുഃഖത്തിന്റെ കണ്ണീരാണ് വരുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? കാരണം ഈ ശാപം രാജാവിന് കിട്ടുമ്പോൾ രാജാവിന് മക്കളില്ലേ, മക്കളില്ലാതെ ദുഃഖിക്കുകയാണ്. അപ്പൊ പുത്ര ദുഃഖത്താൽ അങ്ങ് മരിക്കും. അതിൻ്റെ അർത്ഥം എനിക്ക് മക്കൾ ഉണ്ടാകും, അതാണല്ലോ അതിൽ നിന്ന് മനസ്സിലായി. അപ്പൊ അത് കേട്ടപ്പോൾ സന്തോഷം. പക്ഷേ ഇടത് കണ്ണിൽ നിന്ന് ദുഃഖത്തിന്റെ അശ്രുക്കൾ വീഴുന്നതായിട്ടാണ് രാമായണ കർത്താവ് എഴുതിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്?
പുത്ര ദുഃഖത്താൽ മരിക്കേണ്ടി വരും. അത് കേട്ടപ്പോൾ സങ്കടം. അപ്പൊ രാജാവിന് ഇതൊക്കെ ഓർമ്മ വരുമ്പോൾ, ഇപ്പോൾ രാമനെ കാട്ടിൽ പോകേണ്ടി വന്നതും അത് കാരണം തനിക്കുണ്ടായ ദുഃഖമൊക്കെ സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിനെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത് കൈകേയിയുടെയോ അല്ലെങ്കിൽ മന്ധരയുടെയോ ആരുടെയും തെറ്റല്ല, ഇതെന്റെ കർമ്മ ഫലമാണ്. കാരണം എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെയുള്ള കർമ്മം പോയി, എൻ്റെ കയ്യിൽ അമ്പേറ്റിട്ടാണ് അവരുടെ പുത്രൻ മരിച്ചത്. അപ്പോൾ അതിന് പറയാറില്ലേ, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയാറുണ്ട്. നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. എന്താണോ വിതയ്ക്കുന്നത് അത് നമുക്ക് കൊയ്തെടുക്കേണ്ടി വരും. അപ്പം എങ്ങനെയുള്ള കർമ്മം നമ്മുടെ അടുത്തുനിന്ന് പോയോ അതിനനുസരിച്ചുള്ള ഫലം നമ്മുടെ അടുത്തേക്ക് തിരിച്ച് വരും. അത് സ്മരിച്ചപ്പോൾ രാജാവിന് മനസ്സിലായി ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ ആയിരുന്നു. ഇതാരെയും കുറ്റപ്പെടുത്താനില്ല, ഇതെനിക്ക് അനുഭവിക്കേണ്ടതാണ് ഈ പുത്ര ദുഃഖം. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ മരണകാലവും അടുത്ത് വരികയാണ്. അപ്പം ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? കർമ്മം, വൺസ് കർമ്മം, അമ്പെന്ന് പറഞ്ഞാൽ അതാണ് പറയാറില്ലേ, അമ്പ് ആവനാഴിയിൽ നമ്മൾ എടുത്ത് തൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അത് ലക്ഷ്യസ്ഥാനം, പിന്നെ അത് തിരിച്ചു വരുന്നതിൻ്റെ ഫലം കൊണ്ടാണ്. അതേപോലെ നമ്മുടെ ചിന്തകൾ, ആദ്യത്തെ അമ്പുകളാണ് മനസ്സിൽ നിന്നുണ്ടാകുന്ന ഓരോ വിചാരം, വാക്കുകൾ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ. നമ്മുടെ ഈ ശരീരത്തിലെ ഏത് കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ഈ ഭൂമി എന്ന് പറയുന്നത് കർമ്മക്ഷേത്രമാണ്, കർമ്മഭൂമിയാണ്, വിളനിലാണ്. ഇവിടെ നമ്മൾ വിത്ത് വിതയ്ക്കുക. എന്ത് വിത്ത് പാകുന്നു അതിനനുസരിച്ചുള്ള ഫലം കൊയ്തെടുക്കേണ്ടി വരും. ഇത് നമുക്ക് വിതയ്ക്കുന്നത് കൊയ്യ്, ഇത് പഴഞ്ചൊല്ല് പോലെ പറയാനുള്ളത് മാത്രമല്ല, പിന്നെ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ബാധകമാണ്. അപ്പം രാവിലെ മുതൽ ഞാനെന്താ വിതച്ചുകൊണ്ടിരിക്കണേ? മനസ്സ വാച കർമ്മണ. ഇത് നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും വൃദ്ധാവസ്ഥയിലാണെങ്കിലും ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മുടെ ജീവിതയാത്രയെ മുന്നോട്ട് നയിക്കുന്നത് ഈ കർമ്മങ്ങളും കർമ്മ ഫലങ്ങളുമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും, ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, ചിലർ പറയല്ലോ കർമ്മവും കർമ്മഫലം അത് അപ്പം കാണാം, അപ്പോഴെപ്പോൾ കാണണേ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, ഇന്നുകളുടെ വിത്തുകളാണ് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഫലം തന്നുകൊണ്ടിരിക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൻ്റെ ചില നിയമങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മളെല്ലാവരും നിയമങ്ങളാൽ ബന്ധിതരാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ കർമ്മത്തിൻ്റെ റിട്ടേൺ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ഭൂമി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കർമ്മഭൂമി ശരിക്കും പറഞ്ഞാൽ ഒരു കർമ്മത്തിൻ്റെ ബാങ്കാണ്. ഒരു ബാങ്കിൽ നമ്മൾ പല ഇടപാടുകാരുണ്ടാവും. ഒരു ബാങ്കിൽ ആയിരക്കണക്കിന് പേര് അവിടെ അക്കൗണ്ട് ഉള്ളവരുണ്ടാവും അല്ലേ? ആ അക്കൗണ്ട് ഉള്ളവരിൽ ചിലരൊക്കെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. ചിലർ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതേ അവിടെ നിന്ന് എന്തെങ്കിലും ലോൺ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. രണ്ട് കാര്യത്തിന് നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങും. അപ്പം ചിലർ ഡെപ്പോസിറ്റ് ചെയ്യണു, ചിലർ കടം എടുക്കണം. രണ്ടുപേർക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് എന്ത് കിട്ടും? താൻ എത്ര ഡെപ്പോസിറ്റ് ചെയ്തോ അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുക. ആര് ബാങ്കിൽ നിന്ന് കടം എടുക്കുന്നോ അവർക്ക് പലിശ അടയ്ക്കണം. മറ്റവർക്ക് പലിശ ഇങ്ങോട്ട് കിട്ടും. കടം എടുക്കുന്നവർക്ക് പലിശ സഹിതം അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പം ഇതേപോലെയാണ് ജീവിതവും. നമ്മുടെ നല്ല കർമ്മങ്ങൾ എന്ത് തരും? നമുക്ക് വിത്ത് ഇൻട്രസ്റ്റ് നന്മകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ചിലർ പറയില്ലേ, കൊടുക്കുന്നവർക്ക് ദൈവം കൊടുത്തോണ്ടേയിരിക്കുന്നുണ്ട്, അവർക്ക് മക്കളെ കൊണ്ടും സുഖം, സമ്പത്തും സുഖം, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്, വീടും ജോലിയും എല്ലാം. ചിലരുടെ ജീവിതം നമ്മൾ കണ്ട ചില കുടുംബങ്ങൾ എത്ര നന്നായിട്ടാണ് ഇരിക്കണം. കാരണം അവരിൽ നിന്ന് അങ്ങനെയുള്ള കർമ്മത്തിൻ്റെ വിത്തുകൾ പാകിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ദൈവം അവർക്ക് സ്പെഷ്യൽ എന്തോ കൊടുക്കുകയാണ്, അപ്പോൾ ദൈവത്തിന് അവരോട് എന്തോ പ്രത്യേക മമതയാണ്. ദൈവത്തിൻ്റെ ഇടപാടല്ല ഇത്. ഇടപാട് ആരുടെയാണ്? ബാങ്കിൽ ഇടപാട് ആരെ നടത്തിക്കൊണ്ടിരിക്കണേ? നമ്മളാണ്. ഈ കർമ്മഭൂമിയിൽ നമ്മുടെ ആരുടെയും കർമ്മത്തിൻ്റെ ഇടയിൽ വന്ന് ദൈവം ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്യില്ല. അതുകൊണ്ടാണ് ഗീതയിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലേ, ഭഗവാൻ ജ്ഞാനം മാത്രമേ തരുള്ളൂ, അറിവ് തരും. എങ്ങനെ ഈ കർമ്മഭൂമിയിൽ വിത്ത് വിതയ്ക്കണം, എങ്ങനെയുള്ള വിത്ത് വിതച്ചാൽ എന്ത് ഫലം കിട്ടും? ജ്ഞാനം തരും. ആ ജ്ഞാനം ഉപയോഗിച്ച് ജീവിക്കേണ്ടതാരാണ്? വിത്ത് ഗോതമ്പിൻ്റെ വേണമെങ്കിലും വിതയ്ക്കാം, അരിയുടെ വേണമെങ്കിലും വിതയ്ക്കാം. ആരെ തീരുമാനിക്കണേ? അവരവരാ. ഗോതമ്പ് വിതച്ചാൽ പക്ഷേ ഗോതമ്പേ കൊയ്തെടുക്കാൻ പറ്റുമോ? അരി, നെല്ല് കൊണ്ടുപോയി വിതച്ചാലേ അരി ഇതിൽ നിന്ന് കിട്ടുള്ളൂ. ഇതാണ് നമുക്ക് ഓരോരുത്തർക്കും ബോധം വേണ്ടേ. അപ്പം ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും അല്ലെങ്കിൽ രോഗങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ അയ്യോ ദൈവം തമ്പുരാനേ, നാളെ എന്തിനാ എനിക്കിങ്ങനെ കഷ്ടം തന്നേ? അല്ലെങ്കിൽ വീട്ടിൽ ഹസ്ബൻഡ് കാരണം, അല്ലെങ്കിൽ വൈഫ് കാരണം, അല്ലെങ്കിൽ അമ്മായിയച്ഛൻ കാരണം, അമ്മായിയമ്മ കാരണം, അല്ലെങ്കിൽ ഓഫീസിൽ ചിലർ കാരണം, ചിലർ നമുക്കറിയില്ല അയൽ വീട്ടിൽ നിന്നാണ് ചിലർക്ക് ദുരിതങ്ങൾ.
അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ശണ്ടകളും വഴക്കുകളും ജീവിതകാലം മുഴുവൻ. കാരണം തൊട്ടടുത്തൊരു അയൽ വീട്ടുകാരുണ്ടെങ്കിൽ നമ്മളിവിടെ വീട് വെച്ചേക്കാണെങ്കിൽ ജീവിതാവസാനം വരെ അതാണ് നമ്മുടെ അയൽക്കാർ തമ്മിലുണ്ടാകുന്ന ശണ്ടകൾ. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും? കണ്ടില്ലേ, ഇയാളാണ് എൻ്റെ ജീവിതത്തിൽ ശത്രു, എനിക്ക് കഷ്ടം തരണേ. പക്ഷെ നമ്മളപ്പം മറന്നു പോവുകയാണ്, ഈ കർമ്മത്തിൻ്റെ ബാങ്കിൽ നമ്മൾ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കേണ്ടി വരികയാണ്. അത് പലിശ സഹിതം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇടപാടാണ് രണ്ടും. ഡെപ്പോസിറ്റ് ആണെങ്കിലും ഇടപാടാണ്, കടം വാങ്ങിയതാണെങ്കിലും ഇടപാടാണ്. അപ്പം നമ്മളുടെ അടുത്ത് നിന്ന് എന്തോ നെഗറ്റീവ് പോയിട്ടുണ്ട്, മനസ്സാ വാച കർമ്മണ. ആ പോയ ഇടപാടാണ് നമുക്കിപ്പോൾ എന്ത് ചെയ്യേണ്ടി വരണേ? കടം വാങ്ങിയത് നമുക്ക് പലിശ സഹിതം തിരിച്ച് കൊടുക്കേണ്ടി വരും. പക്ഷെ അത് നമ്മൾ മറന്നുപോയി. കടം വാങ്ങിയതങ്ങ് മറക്കുകയാണ് നമ്മൾ. പക്ഷേ കടക്കാരൻ വന്ന് തിരിച്ചു ചോദിക്കുമ്പോഴാണ് നമുക്ക് ഹാലിളകണം. അയ്യോ, എനിക്കെന്താ ഇങ്ങനെ ദുരിതം, എനിക്കെന്താ ഇങ്ങനെ കഷ്ടം, ഇവർ കാരണം എനിക്ക് കഷ്ടം. ഇപ്പം നോക്കൂ, ഒരു ബാങ്കിൽ നിന്ന് കടമെടുത്തു, നമ്മൾ തിരിച്ചടച്ചില്ല, അവസാനം ജപ്തി നോട്ടീസ് വരിക. ബാങ്കിൽ പലതവണ നമുക്ക് ഇൻഫർമേഷൻ തന്നു, അടച്ചില്ല. ജപ്തി നോട്ടീസും കൊണ്ട് ബാങ്കുകാരും പോലീസുകാരും ഒക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ പോലീസുകാരെ നല്ല ചീത്ത പറഞ്ഞത് കൊണ്ട് കാര്യം കഴിഞ്ഞു? ബാങ്കുകാരുടെ അടുത്ത് നമ്മൾ കുറേ ശണ്ട ഉണ്ടാക്കിയത് കൊണ്ട് കഴിഞ്ഞോ? നമുക്ക് അവരോട് ദേഷ്യം വരും. പക്ഷെ അവർ അവിടുത്തെ ജോലിക്കാർ മാത്രമാണ്. പോലീസുകാർ അവരുടെ കടമ നിർവഹിക്കാൻ ബാങ്കുകാർക്ക് സപ്പോർട്ടിന് വേണ്ടി മാത്രം വന്നിരിക്കുക. അവരല്ല കുഴപ്പക്കാര്, നമ്മളെ കടം എടുത്തിരിക്കണം. പക്ഷെ ദേഷ്യം മുഴുവൻ നമ്മൾ ആരോട് തീർക്കും? ആ ബാങ്ക് മാനേജറോട്, അല്ലെങ്കിൽ നമ്മളെ ജപ്തി നടത്താൻ വേണ്ടി വന്നിരിക്കുന്ന പോലീസുകാരുടെ അടുത്ത് കാണിക്കും. അതേപോലെ നമ്മുടെ ജീവിത യാത്രയില്ലേ, അച്ഛനായിട്ടോ അമ്മയായിട്ടോ അമ്മായിയമ്മയായിട്ടോ അയൽക്കാരായിട്ടോ ഏത് രൂപത്തിലാണോ നമുക്ക് ചില തട്ടലും മുട്ടലും ഉരസലും കഷ്ടങ്ങളും വരണം, നമുക്ക് അവരോട് ദേഷ്യം വരും. ഇവർ കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ വന്നു. യഥാർത്ഥത്തിൽ ഈ ജപ്തി നടപടി കാരണക്കാർ ഇവരൊന്നും അല്ല. പിന്നെയോ ഞാൻ കടം എടുത്തത് തിരിച്ചെടുക്കും, അതിൻ്റെ സെറ്റിൽമെന്റ് നടക്കാണ്. എൻ്റെ അടുത്ത് നിന്ന് എന്തോ ഒരു കർമ്മം പോയിട്ടുണ്ട്. കുട്ടികൾ ഈ ബൂമറാങ് കളിക്കുന്ന കണ്ടിട്ടില്ലേ? എറിയും, അത് കറങ്ങി ആരെറിഞ്ഞോ അവരുടെ അടുത്ത് തന്നെ. അപ്പൊ ജീവിതത്തിൽ ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ നിയമമാണ്. കർമ്മ നിയമങ്ങൾ, കർമ്മ ഫിലോസഫി. ഇത് ഭാരതത്തിൻ്റെ വിശേഷപ്പെട്ട സിദ്ധാന്തമാണ്. പിന്നീടാണിത് ന്യൂട്ടൺസ് ലോയൊക്കെ ആയിട്ട് പുറത്തുനിന്ന് യൂറോപ്യന്മാരുടെ ഇടയിൽ നിന്ന് കണ്ടുപിടുത്തമായിട്ട് തിരിച്ചു വന്നത്. ഇത് നമുക്ക് കുഞ്ഞുനാൾ മുതൽ നമ്മൾ കേട്ട് പഠിച്ചു വന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം എന്താണ് ഇവിടെ? ദശരഥൻ്റെ ഈ ശാപം, ആ ശാപം കൊണ്ട്, അദ്ദേഹത്തിനേറ്റ ശാപം കൊണ്ട് അദ്ദേഹം ദുഃഖിക്കുന്നതും അവസാനം മരിക്കേണ്ടി വരുന്നതും ഈ സംഭവങ്ങളെല്ലാം രാമായണ കഥയുടെ രൂപത്തിൽ തന്നിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഈ രാമായണ കർത്താവിലൂടെ ഭഗവാൻ നമുക്ക് നൽകുന്ന ബോധം എന്താണ്? നമ്മൾ ഓരോരുത്തരും കർമ്മഭൂമിയിലാണ്. ജീവിതം എന്ന് പറയുന്ന ഈ ബാങ്കിൽ ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം നമ്മുടെ ഇടപാടുകൾ എങ്ങനെയായിരിക്കണം? കടമെടുക്കരുത്. അർത്ഥം നെഗറ്റീവായിട്ട് മറ്റുള്ളവർക്ക് ദുഃഖം, വേദന, അല്ലെങ്കിൽ കഷ്ടങ്ങൾ, ദുരിതങ്ങൾ, അസൂയ, വിദ്വേഷം, വെറുപ്പ്, പക, സ്വാർത്ഥത, ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫീലിങ്ങുകൾക്ക് വശപ്പെട്ടിട്ട് നമ്മൾ ഒരിക്കലും സ്വാർത്ഥപരമായ ഒരു പെരുമാറ്റം ആരോടും ചെയ്യരുത്. മറ്റുള്ളവർക്ക് ദുഃഖമോ കഷ്ടമോ ദുരിതങ്ങളോ കൊടുത്ത് ആരെങ്കിലും ചതിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ, അപ്പം നമുക്ക് നമ്മളൊരു സ്ഥലത്ത് പോയി ഒരാൾ നമ്മളെ പറ്റിച്ചു എന്നിരിക്കട്ടെ, ഒരു കടക്കാരൻ തന്നെ 500 രൂപയുടെ സാധനത്തിന് അയാൾ 1000 രൂപ വാങ്ങിയെന്നിരിക്കട്ടെ, അയാൾക്ക് സന്തോഷം തോന്നുന്നു. 500 രൂപ ഞാൻ അവരെ പറ്റിച്ചില്ലേ, അവരറിഞ്ഞിട്ട് പോലും ഇല്ല ഈ സാധനത്തിനാകെ 500 വിലയുള്ളൂ. അയാൾക്ക് തോന്നുന്നു നമ്മളെ പറ്റിച്ചു എന്ന്. യഥാർത്ഥത്തിൽ അയാളെ പറ്റിക്കണം. കാരണം അയാൾ കടം ഉണ്ടാക്കുകയാണ്. ആ കടം ആർക്ക് വീട്ടേണ്ടി വരും? നമ്മൾ അറിയാതെ പറ്റിക്കപ്പെടുകയാണ്. നമുക്കറിയില്ല ഇതിന് 1000 രൂപയാണ് ഈ സാധനത്തിന് വില എന്ന്. നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ കൊടുത്തിട്ട് പോകുന്നു. കാരണം നിഷ്കളങ്കമായിട്ട് നമ്മൾ അവരെ വിശ്വസിച്ചിട്ട് ചെയ്തിട്ട് വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങാൻ പോലും പേടിയാണ്. ഇവർ സത്യമാണോ പറയണേ, അസത്യമാണോ പറയണേ, ഇതിൻ്റെ ഉള്ള വിലയാണോ? ഒരു ആശുപത്രി പോയി അഡ്മിറ്റ് ആവാൻ പേടിയല്ലേ എല്ലാവർക്കും? ഇപ്പോൾ ഡോക്ടറെ പേടിയാണ്, ഹോസ്പിറ്റലിനെ പേടിയാണ്, ആവശ്യമില്ലാത്ത മരുന്ന് തരുമോ? കാരണം ബില്ലിങ്ങിന് വേണ്ടി പലതരത്തിലുള്ള തെറ്റുകൾ അനേകർ ചെയ്യുന്നു. ആശുപത്രിയിൽ നിന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ചതി, സ്വാർത്ഥത, പൈസ സമ്പാദിക്കാൻ വേണ്ടി ഏത് മാർഗവും നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ മനസ്സിലാക്കണില്ല, ഇത് കർമ്മത്തിൻ്റെ ബാങ്കിൽ നമ്മൾ കടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കട ഇന്നല്ലെങ്കിൽ നാളെ വീട്ടേണ്ടി, ആരുടെ അടുത്തു നിന്നൊക്കെ നമ്മളെടുത്തോ പലിശ സഹിതം നമുക്ക് കൊടുക്കേണ്ടി.
ഈ ജീവിത യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് എല്ലാ കഥകളുടെയും ഗതി മാറ്റുന്നത് ശാപം, അനുഗ്രഹം. ചില കഥകളിൽ നമ്മൾ കേട്ടിട്ടില്ലേ, വരം കൊടുത്തു, അതുകൊണ്ട് ആ വരം ആ കഥയെ മുന്നോട്ട് കൊണ്ടുപോകും. ശാപം കാരണം രാമായണത്തിൽ തന്നെ നോക്കൂ, കൈകേയി വരം ചോദിച്ചു, ഉടനെ കഥ മാറുകയാണ്. അപ്പൊ എന്താണ് ശാപം, എന്താണ് അനുഗ്രഹം? ശാപാർത്ഥം നമ്മൾ പറഞ്ഞില്ലേ, കടമുണ്ടാക്കലാണ്. നമ്മളിൽ നിന്ന് പോയ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ചുറ്റും നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന നെഗറ്റീവ് എനർജി. ആ നെഗറ്റീവ് എനർജി കാരണം നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ, നമ്മൾ പോയി ജനിക്കുന്നത് അതിനനുസരിച്ചുള്ള വീട്ടിലായിരിക്കും. നമുക്ക് കിട്ടുന്ന അച്ഛൻ, അമ്മ, ബന്ധുക്കള്, മിത്രങ്ങള്, നമ്മുടെ വിദ്യാഭ്യാസം, കൂട്ടുകാര്, നമുക്ക് എവിടെ ജോലി കിട്ടണം, നമ്മളെവിടെ വിവാഹം കഴിക്കണം, നമുക്ക് ജീവിതയാത്രയിൽ ആരെയെല്ലാം കണ്ടുമുട്ടേണ്ടി വരുന്നോ, ഇതെല്ലാം ചില കർമ്മത്തിന്റെ കൊടുക്കൽ വാങ്ങലുകളുടെ നീക്കുപോക്കലിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചില കുട്ടികൾ തന്നെ ചോദിക്കണമായിട്ടില്ലേ, നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയായിട്ടല്ലേ എനിക്ക് ഇങ്ങനെ, എന്തുകൊണ്ട് എനിക്ക് ഈ അച്ഛനും അമ്മയും കിട്ടി? അത് നമ്മൾ ചിന്തിക്കണില്ല. എന്തുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ വന്ന് ജനിക്കേണ്ടി വന്നു? നിങ്ങൾ കാരണമല്ല എനിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാഞ്ഞ്. നമുക്കൊരാളുടെ നേരെയും വിരൽ ചൂണ്ടാൻ പറ്റില്ല. കാരണം നമുക്ക് അങ്ങനെയുള്ള വിദ്യാഭ്യാസം കിട്ടാനുള്ള യോഗ്യത ഉണ്ട്. അങ്ങനെയുള്ള അച്ഛനും അമ്മയും കിട്ടാനുള്ള കർമ്മം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ എല്ലാവരിൽ നിന്നും പോയ ചില കർമ്മങ്ങൾ, അതുണ്ടാക്കിയ വരം, അതുണ്ടാക്കിയ അനുഗ്രഹം, ആ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് എല്ലാ പോസിറ്റിവിറ്റിയും തരുന്നത്. ഇനി നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടവും നഷ്ട ദുരിതങ്ങളുടെ ഇടയിൽ വന്ന് നമുക്ക് ജനിക്കേണ്ടി വന്നു, ജീവിക്കേണ്ടി വരുന്നു, അർത്ഥം എന്താണ്? നമ്മൾ വാങ്ങിവെച്ച ചില ശാപങ്ങളാണ്. ശാപാർത്ഥം എന്താ? ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കി കുറെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട്, ഓ നീ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളാരും നശിക്കില്ല. കുട്ടി അങ്ങ് നന്നായി വരട്ടെ എന്നൊരാൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ നന്നാവില്ല. എന്താ ശാപം, എന്താ അനുഗ്രഹം? അതൊരു എനർജിയാണ്. അത് കയ്യിൽ നിന്നും വയ്യിൽ നിന്നും വരുന്നതല്ല, അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഊർജമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു ഊർജ്ജം ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ, പോസിറ്റീവ് ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് റിട്ടേൺ വരും. അതാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹം. നെഗറ്റീവ് ഊർജ്ജം ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ വരും, പലിശ സഹിതം. അതാണ് നമുക്ക് കിട്ടുന്ന ശാപം. അപ്പൊ ഇത് രണ്ടും നമുക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. പോസിറ്റീവ് എനർജിയാണെങ്കിൽ അത് നമുക്ക് ചുറ്റും ഉണ്ടാവും, നെഗറ്റീവ് എനർജി ആണെങ്കിൽ അത് നമുക്ക് ചുറ്റും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് പറയില്ലേ, ഇപ്പൊ ജീവിതത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ദുരിതം വരുന്ന കാലഘട്ടത്തിൽ പോലും നമുക്ക് കിട്ടിയ പോസിറ്റീവ് എനർജി നമുക്ക് സംരക്ഷണമാകും. അപ്പൊ അഗ്നി പോലെ നമ്മളെ കത്തിക്കുന്ന ഒരു സംഭവം നമ്മുടെ മുന്നിൽ വരികയെന്നിരിക്കട്ടെ, അത്രയും മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, പിച്ചു ചീന്തുന്ന തരത്തിലൊരു സംഭവം വരികയാണ്. പക്ഷേ ഈ അഗ്നിയെ അണയ്ക്കാൻ ജലം പോലെ നമുക്ക് വരം, അനുഗ്രഹം. നമ്മൾ ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നവരെ ആർക്കൊക്കെ സുഖം കൊടുത്തു, സന്തോഷം കൊടുത്തു, നല്ലത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും കഴിവുകൾ കൊണ്ടും ആർക്കൊക്കെ സുഖം കൊടുത്തു, സന്തോഷം കൊടുത്തു, സപ്പോർട്ട് കൊടുത്തു, സഹകരണം കൊടുത്തു, പോസിറ്റീവ് എനർജിയാണ്. ആ ശേഖരണം വെള്ളത്തിൻ്റെ ജോലി ചെയ്യും. നമ്മളെ കത്തിക്കാനുള്ള അഗ്നി വന്നു, എന്തെങ്കിലും വിപരീത സാഹചര്യം, വിഘ്നം, സമസ്യ നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് അതിനെ, ആ തീയെ അണയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടായ ചില ശ്രേഷ്ഠ കർമ്മങ്ങളുടെ ആ സമയത്ത് വെള്ളത്തിൻ്റെ ജോലി ചെയ്യും. അതിനാണ് അനുഗ്രഹം വാങ്ങണം എന്ന് പറയണം. അനുഗ്രഹം വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെറുതെ തലകുനിച്ച് നിന്നുകൊണ്ട് മാത്രം അനുഗ്രഹം വരില്ല, അവരുടെ ഹൃദയത്തിൽ നിന്ന് വരണം. അതെങ്ങനെ വരുന്നത്? ആ പോയി നിൽക്കുമ്പോൾ വരുന്ന സാധനമൊന്നും അല്ല. പിന്നെയും ജീവിതയാത്രയിൽ നമ്മൾ അവരുടെ കൂടെ എങ്ങനെ ഇടപഴകി, അതൊരു അച്ഛൻ്റെ ഒരു അമ്മയുടെ അടുത്തുനിന്ന് മാത്രമല്ല, രാവിലെ മുതൽ വൈകുന്നവരെ നമ്മൾ ആരുടെയൊക്കെ കൂടെ ഇടപഴകണോ? അത് ജോലി സ്ഥലത്താണെങ്കിലും ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും എല്ലാവരുടെ കയ്യിൽ നിന്നും പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ അനുഗ്രഹം എന്ന് പറയുന്നത് വയസ്സുകൊണ്ട് മുതിർന്നവരുടെ അടുത്തുനിന്ന് മാത്രമല്ല. അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. നമ്മളിൽ നിന്ന് പോകുന്ന ഓരോ ഇടപാടും ആർക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, നമ്മൾ ആരുടെയൊക്കെ കൂടെ ഇടപഴകലുകൾ നടത്തുന്നുണ്ട്, നമ്മുടെ വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും ആരുടെയെല്ലാം ഹൃദയങ്ങളിൽ പോയിട്ട് അത് അമ്പ് പോലെ തറയ്ക്കുന്നുണ്ടോ, ശൂലം പോലെ കുത്തുന്നുണ്ടോ, അതോ മറ്റുള്ളവരുടെ ഹൃദയത്തിന് സാന്ത്വനം കൊടുക്കുന്ന തരത്തിലുള്ള വാക്കും പ്രവൃത്തിയും പെരുമാറ്റമാണോ നമ്മുടെ അടുത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് ഒന്നുകിൽ അത് ശാപത്തിന്റെ രൂപമാകും, അല്ലെങ്കിൽ അത് അനുഗ്രഹത്തിന്റെ രൂപം കൊള്ളും. ശാപം നെഗറ്റീവ് എനർജി ആണെങ്കിൽ അത് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യും? വീണ്ടും ദുരിതങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കും. പോസിറ്റീവ് എനർജി ആണെങ്കിൽ എന്ത് ചെയ്യും? ദുരിത കാലഘട്ടം വരുമ്പോഴും കൂടി നമ്മൾ ചിലപ്പോൾ പറയില്ലേ, കണ്ണി കൊള്ളാനുള്ളത് പുരികത്തെ കൊണ്ട് പോകും. അത്രത്തോളം കഠിനമായ ചില കർമ്മ അക്കൗണ്ടുകൾ സെറ്റിൽമെന്റ് ചെയ്യാൻ വരുമ്പോൾ, ചില
വലിയ ആക്സിഡൻറ്റുകളൊക്കെ നടക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ചില കുട്ടികൾ അല്ലെങ്കിൽ ചില ആൾക്കാർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. അച്ഛനും അമ്മയും ബാക്കി എല്ലാവരും ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. അതിന് ഒരു കുട്ടി മാത്രം ചിലപ്പോൾ രക്ഷപ്പെടുന്നത് കാണും. ചിലപ്പോൾ വണ്ടി കണ്ടാൽ നമ്മൾ വിചാരിക്കുക ആ വണ്ടിയിലുള്ള എല്ലാവരും പോയിട്ടുണ്ട്, വണ്ടി തകർന്ന് തരിപ്പണായിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കുന്നവർക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലേ. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ചിലതുകൊണ്ട് വണ്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷെ വണ്ടി ഇടിച്ചു ഓൺ ദ സ്പോട്ടിലെ ആൾ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ചുറ്റും കോട്ട പോലെ നമ്മളെ എപ്പോഴും സംരക്ഷിക്കുക. അതുകൊണ്ട് രാവിലെ മുതൽ ലക്ഷ്യം എന്ത് വയ്ക്കണം? ആശീർവാദം വാങ്ങണം എല്ലാവരുടെ അടുത്തുനിന്നും. ആശീർവാദം വാങ്ങുക അർത്ഥം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, വീട്ടിൽ ആരെല്ലാം ഉണ്ടോ, കുടുംബത്തിൽ ആരെല്ലാം ഉണ്ട്, നമ്മളുടെ സമൂഹത്തിൽ ആരുടെ ഒപ്പമൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ട്, എല്ലാവരും ആര് നമ്മളെ ഓർമ്മിച്ചാലും അവരുടെ ഹൃദയത്തിന് സുഖം കിട്ടണം, സന്തോഷം കിട്ടണം. നമ്മളെക്കുറിച്ച് ചിന്തിച്ച ഒരു പോസിറ്റീവ് എനർജി അവരുടെ അടുത്ത് നിന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്ന മാതിരിയുള്ള ഒരു ഇടപാടായിരിക്കണം നമുക്ക് എല്ലാവരുടെ കൂടെ. ബാക്കി നമുക്ക് എന്തൊക്കെ കഴിവുണ്ട്, എത്ര ബുദ്ധിമാനാണ്, ബുദ്ധിമതിയാണ്, പൈസയുണ്ട്, പ്രതാപമുണ്ട്, പദവി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് പോസിറ്റീവ് എനർജി സമ്പാദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വളരെ ദരിദ്രൻ തന്നെയാണ്. ഇതാണ് നമുക്ക് രാമായണ സന്ദേശം, ദശരഥനേറ്റ ഈ ശാപം നമുക്ക് നൽകുന്ന ഗുണപാഠം. നമുക്ക് അല്പസമയം നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നമുക്ക് അനുഗ്രഹം വാങ്ങാനുള്ള ശുഭസങ്കല്പം വയ്ക്കാം. പരമാത്മാ രാമനോടൊപ്പമുള്ള യാത്രയിലാണ് ഞാൻ. ജ്ഞാനസൂര്യനായ പ്രഭു നിത്യേന അറിവിൻ്റെ വെളിച്ചം നൽകി എൻ്റെ ബുദ്ധിയുടെ അടഞ്ഞ ഓരോ വാതിലുകളും തുറന്നു തരികയാണ്. അന്തരാത്മാവിലേക്ക് വെളിച്ചം നിറയുകയാണ്. ഇന്നെനിക്ക് കർമ്മവും കർമ്മഫലങ്ങളും എൻ്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കും, എന്താണ് യഥാർത്ഥ ശാപം അല്ലെങ്കിൽ അനുഗ്രഹം, ഇതിനെക്കുറിച്ചുള്ള വെളിച്ചം ഭഗവാൻ നൽകിക്കഴിഞ്ഞു. എനിക്ക് വളരെയധികം ഉണർവുണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഈ നിമിഷം വരെ എന്തെല്ലാം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു, അതിലെത്ര പ്ലസ് മൈനസുകൾ ഉണ്ടായോ, അത് കഴിഞ്ഞ കാലത്യമാണ്. പക്ഷേ ഈ നിമിഷം ഞാൻ വളരെയധികം ബോധവാനായിരിക്കുകയാണ്. ഈ സെക്കൻഡ് മുതൽ എൻ്റെ ജീവിതം എൻ്റെ കയ്യിലാണ്. ഞാൻ ഇന്ന് വിതയ്ക്കുന്നതാണ് നാളുകളിൽ കൊയ്തെടുക്കാൻ പോകുന്നത്. അറിഞ്ഞോ അറിയാതെയോ എന്നിൽ നിന്ന് സംഭവിച്ചു പോയ എന്തെങ്കിലും തെറ്റായ വിതകളുണ്ടെങ്കിൽ പോലും ആ കടങ്ങൾ തീർക്കാൻ കണക്കുകളുടെ സെറ്റിൽമെൻറ്റ് കടന്നു വരുമ്പോൾ പോലും എനിക്ക് സഹായമാകുന്നത് ഇന്നുകളിൽ ഞാൻ വിതച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ കർമ്മങ്ങൾ, വിചാരം, വാക്ക്, പ്രവൃത്തി, മനസ്സാവാച കർമ്മണ ചെയ്യുന്ന ശ്രേഷ്ഠ വിത്തുകൾ അനേകരുടെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് നൽകുന്ന പോസിറ്റീവ് എനർജി അനുഗ്രഹത്തിൻ്റെ രൂപത്തിൽ എനിക്ക് ചുറ്റും ഒരു കോട്ട പോലെ എന്നെ സംരക്ഷിക്കുന്നു എന്ന യാഥാർത്ഥ്യം
പോസിറ്റീവ് എനർജിയുടെ പ്രൊട്ടക്ഷൻ, ഹീലിംഗ് പവർ ഞാൻ റിയലൈസ് ചെയ്യാണ്, തിരിച്ചറിയുകയാണ്. നിത്യേന ഈ വ്രതം സ്മരിക്കൂ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ, രാത്രിയിൽ പരിശോധിക്കുകയും ചെയ്യൂ. വ്രതം പൂർണ്ണമായും പാലിച്ചുവല്ലോ. ഓം ശാന്തി.